ഞാൻ ചോദിച്ച രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, അതായത് താങ്കൾ കയറുന്നതും കയറ്റുന്നതും, ഇതിലിപ്പോൾ പ്രേമചന്ദ്രൻ പറയുന്നത് കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് വഴി അവിടെ താമസിച്ചു എന്നാണോ എന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. കോട്ടയത്തെ പോലീസ് ക്ലബിൽ നിന്ന് ബീഫും പൊറോട്ടയും കഴിച്ച ശേഷം പോയി എന്നുള്ളതാണ്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് കോട്ടയം പോലീസ് ക്ലബിലെത്തി അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ ആയിരുന്നോ അന്ന് ശബരിമലയ്ക്ക് പോയത്? ശബരിമലയിലേക്ക് ഞാനോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോ പോകുന്ന സമയത്ത് കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, പാലാ ഗസ്റ്റ് ഹൗസ്, ഈ രണ്ട് സ്ഥലവും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. കനകദുർഗയും ഞാനും. ഇനി രഹ്ന ഫാത്തിമയുടെ കാര്യം പറയാൻ ഞാൻ ആളല്ല. രഹ്ന ഫാത്തിമ പോയത് വേറെ സമയത്താണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ രഹ്നയോട് ചോദിക്കണം. ഞാൻ കോട്ടയം പോലീസ് ക്ലബിലും പോയിട്ടില്ല, ഗസ്റ്റ് ഹൗസിലും പോയിട്ടില്ല. നടക്കാത്ത കാര്യം അയാളുടെ ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു വിഷമാണ് സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിഷം സമൂഹത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന ആളുകൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അയാളെ പുറത്താക്കണം, അല്ലെങ്കിൽ അയാൾ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ശരിക്കും അയാൾക്ക് എന്തെങ്കിലും തരത്തില് ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ജനങ്ങളാണ് അയാളെ തെരഞ്ഞെടുത്തത്, ജനങ്ങളോട് അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഫോഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ട് ജനങ്ങളെ കലാപം നടത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു കൊടും ക്രിമിനലിന്റെ ബുദ്ധിയാണ്. അപ്പൊ ആ ഒരു കൊടും ക്രിമിനൽ ബുദ്ധി പ്രയോഗിക്കേണ്ടുന്ന ഒരു പോസ്റ്റിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രൻ അയാൾക്ക് തെറ്റിദ്ധാരണ വന്നതാണെങ്കിൽ മാപ്പ് പറയുക. അയാളുടെ തെറ്റിദ്ധാരണയിൽ പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് സ്വാഭാവികമാണല്ലോ, ആ കാലഘട്ടം നമുക്കറിയാം. 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി വരുന്നത്. അതിനുശേഷം ശബരിമലയിലെ അടുത്ത സീസൺ ആരംഭിക്കുമ്പോഴേക്കും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ തടയാൻ നിന്നിരുന്നു. അതിനിടെ 2019 ജനുവരി 2 അന്നല്ലേ ശബരിമലയിൽ പ്രവേശിച്ചത്? സ്വാഭാവികമായും അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്ക് എത്തിയത്. ദൃശ്യങ്ങളിലടക്കം ചില പോലീസുകാർ ഒപ്പം നിന്നുകൊണ്ട് സംരക്ഷണം ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ദൃശ്യങ്ങളായി പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് പ്രേമചന്ദ്രൻ പറയുന്നത് ഈ പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. കിടത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇരുന്ന് സഞ്ചരിച്ചാൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ പോലീസ് വാഹനം കടന്നു പോകുന്നു, അതിൽ കിടത്തിക്കൊണ്ടാണ് പോയത്. അങ്ങനെ പോലീസ് ഒരു ഗൂഢാലോചന തന്നെ നടത്തി സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങളെ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് ഡിസംബർ 25 ഞാനും കനകദുർഗയും കൂടി പോകാൻ ശബരിമലയിലേക്ക് അടുത്തെത്തുമ്പോൾ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ 24ന്റെ ടീം തുടക്കം മുതൽ യാത്രയിൽ നിലയ്ക്കൽ മുതൽ 24ന്റെ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വിശ്വാസം. പിന്നെ ആ വിശ്വാസം എവിടെ പോയി? സ്വാഭാവികമായും നിങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നല്ലോ അല്ലേ? പക്ഷെ അപ്പോഴും ഞങ്ങൾ നടന്നു പോകുന്നതും അതാണ് സംശയം. താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു, താങ്കൾ നേരത്തെ ശ്രമം നടത്തി, പക്ഷെ അന്ന് അത് പരാജയപ്പെടുകയല്ലേ ചെയ്തത്? അതിനുശേഷം പബ്ലിക്കായി പോയി കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളെ അവിടെ നിന്ന് വീട്ടിലേക്ക് ഭീഷണിപ്പെടുത്തി വിടാനാണ് അന്ന് ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചത്. അന്ന് ഞങ്ങളെ മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഹോസ്പിറ്റലിൽ നിന്ന് ഭീഷണിപ്പെടുത്തി മാറ്റാനാണ്, വീട്ടിലേക്ക് മടക്കി വിടാനാണ് അന്ന് ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ നിരാഹാരം പ്രഖ്യാപിക്കുകയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു പോവുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവസാനം അവരെ ഞങ്ങളെ കയറ്റാമെന്നുള്ള ഇതിലേക്ക്. അപ്പം ഒരു സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും ഭരണഘടന അത് അനുശാസിക്കുന്നു ഈ അവകാശം, എന്നിട്ട് പോലും അത് അതിലൊരു തർക്കവുമില്ല. ഞാൻ താങ്കൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ നടന്ന് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നടന്ന് പബ്ലിക്കായി പോയതാണ്. പക്ഷെ പിന്നീട് ഈ സന്നിധാനത്തിന് എത്തിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കാണാൻ സാധിച്ചത്. അപ്പോഴാണ് പോലീസ് നിങ്ങളെ ഒളിപ്പിച്ച് കടത്തിയതാണ് എന്ന ഈ തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത്. NK പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ അങ്ങനെയാണല്ലോ. അതായത് പോലീസ് വാഹനത്തിൽ കിടത്തിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് കടത്തി എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. അങ്ങനെയായിരുന്നോ പോയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് പോയത്? പോയതിനു ശേഷം മാത്രം ഞങ്ങളുടെ വീഡിയോസ് പുറത്തു വിടാനുള്ള കാരണം മാധ്യമങ്ങളാണ്.
കാരണം ഞങ്ങളെ അവിടേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുന്നത് മാധ്യമങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ആദ്യം നമ്മൾ 24-നെ കൂടെ കൂട്ടി, പിന്നീട് ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തി, നടക്കാതായി, വിഷ്വൽസ് പുറത്തു വന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളാണ് ഞങ്ങളെ കയറ്റാത്തതെന്നൊരു ധാരണ വരികയും അതുകൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിക്കാതെ, മാധ്യമങ്ങൾ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഞങ്ങള് കയറുന്നത്. അല്ല, തീർച്ചയായും ഞാൻ മേഡം, താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ പറയുന്നത് പോലെ മാധ്യമങ്ങളായിരുന്നില്ലല്ലോ അവിടെ. ആയിരക്കണക്കിന് ആളുകൾ ആയിരുന്നു ആ സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ സ്ത്രീകൾ പ്രവേശിക്കുന്നത് കണ്ടാൽ ഈ ഭക്തരായിട്ടുള്ള ആളുകൾ അത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അതിനെ തടയുന്നത് സാങ്കേതികമായി ശരിയെന്നല്ല ഞാൻ താങ്കളോട് പറയുന്നത്. ഒരിക്കലും അതിനിടയിലൂടെയാണ് 2 സ്ത്രീകൾ കടന്നുപോയത് എന്ന് പൊതുവേ ഉള്ള ആളുകൾക്ക് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അവിടെയാണല്ലോ NK പ്രേമചന്ദ്രൻ ഈ പറയുന്നത് പോലെ ഇങ്ങനെയാണ് പ്രവേശിപ്പിച്ചത് എന്ന്. നിങ്ങൾ പമ്പയിൽ നിന്ന് ഈ സാധാരണ അയ്യപ്പന്മാർ പോകുന്നത് പോലെ അങ്ങനെ പോയി എന്നാണോ ഇപ്പോഴും പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ട്രബിൾ ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണ്. തൃപ്തി ദേശായിയുമായിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ജനൻ ടി വി വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ആദ്യത്തെ തവണയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് കൂടുതൽ ആളുകൾ. നിങ്ങൾ പറയുന്നത് പോലെ വിശ്വാസികളല്ല അവിടെ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നത്. പൈസ കൊടുത്ത് പെയ്ഡ് ആയിട്ട് ഓരോ ഏരിയയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആളുകളായിരുന്നു. ഗുണ്ടകളെ പോലെ അവിടെ ഇറങ്ങിയ ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സാധാരണ. അത് പേ ചെയ്തത് തീർച്ചയായിട്ടും സംഘപരിവാർ തന്നെയാണ്. സംഘപരിവാറിന്റെ പ്ലാൻ പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. ഞങ്ങൾ പ്രവേശിച്ചതുള്ളൂ. അന്ന് വളരെ കൃത്യമാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജനുവരി 2-ന് ശബരിമലയിൽ കടക്കാൻ പറ്റി എന്നുള്ളത്. അന്ന് ഈ പറഞ്ഞ പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭക്തർക്കിടയിലൂടെയാണ് ഞങ്ങൾ നടന്നുപോയത്. പലരും ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നു, ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ കടയിൽ കയറിയിട്ട് അത് അവിടുന്ന് ചെറിയ ലൈം ജ്യൂസ് കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ നടന്നു പോകുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ മീഡിയക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്നത് ശരിക്കുള്ള ഭക്തരായിരുന്നു. ഭക്തർക്കിടയിലൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റി. അവർ വന്നിട്ടുള്ളത് കലാപം ഉണ്ടാക്കാൻ ആയിരുന്നില്ല, അവർ അയ്യപ്പനെ ദർശിക്കാനാണ് വന്നത്. അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിദ്വേഷമോ വെറുപ്പോ ഉണ്ടായിരുന്നില്ല. അവർക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കാം, പക്ഷെ അവര് വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരായിരുന്നില്ല. അന്നത്തെ ദിവസം വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല, മാധ്യമങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞത്. റൈറ്റ്. എന്തായാലും സംശയങ്ങൾ ഇനിയുമുണ്ട്. പ്രത്യേകിച്ച് ഇനിയും പോകാൻ ആഗ്രഹമുണ്ടോ? ഇത്തരത്തിൽ പോലീസ് സംരക്ഷണം നൽകുമോ? കാരണം സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഉണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ ബിന്ദു അമ്മണിയുടെ പരാമർശം ശ്രദ്ധിച്ചു കാണും. അതിനു മുമ്പ് ഇപ്പോഴിതാ NK പ്രേമചന്ദ്രൻ MP, അദ്ദേഹം പലപ്പോഴും ഈ പാർലമെൻറ്റിൽ സംസാരിക്കുന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അത് വസ്തുനിഷ്ഠമായാണ് പാർലമെൻറ്റിൽ അദ്ദേഹം സംസാരിക്കാറുള്ളത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഓരോ വിഷയവും, അത് ബില്ലിന്മേൽ ആകട്ടെ പ്രമേയത്തിന്മേലാകട്ടെ, ആ വിഷയത്തിൻ്റെ പൊളിറ്റിക്സിനപ്പുറത്ത് അതിൻ്റെ സാമൂഹികമായ ആഘാതം, അത് സാമ്പത്തികമായി എങ്ങനെ ബാധിക്കുന്നു, നിയമപരമായി അത് എങ്ങനെ നിലനിൽക്കുന്നു, ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ NK പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ അത് ഒരു കലാപാഹ്വാനത്തിന് സമാനമായ തരത്തിൽ ആണ് എന്നുള്ളതാണ് ബിന്ദു അമ്മണിയെ പോലെയുള്ളവരുടെ പ്രതികരണം. വലിയ തോതിൽ, അതായത് ഈ ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് ശബരിമലയിലേക്ക് ബിന്ദു അമ്മണിയും രഹ്ന ഫാത്തിമയും എത്തിയത് എന്ന് എങ്ങനെയാണ് NK പ്രേമചന്ദ്രനെ പോലെ ഒരാൾക്ക് പറയാൻ സാധിക്കുക?